ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ശക്തിപ്രകടനങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബീജിംഗ് സന്ദർശനവും അവിടെ വെച്ചുണ്ടായ നയതന്ത്രപരമായ നീക്കങ്ങളും കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ എന്നതിനപ്പുറം ആഗോള അധികാര സമവാക്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയും അതിവേഗം ആധിപത്യം ഉറപ്പിക്കുന്ന ചൈനയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നിലവിൽ ബീജിംഗിനാണ് തന്ത്രപരമായ മുൻതൂക്കം എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സാധാരണയായി കടുത്ത ചൈനീസ് വിരുദ്ധ നിലപാടുകളും കടുത്ത വാക്പോരുകളും കൊണ്ട് ശ്രദ്ധേയനാകാറുള്ള ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് മുന്നിൽ അസാധാരണമാം വിധം ശാന്തനും അന്വയശീലനുമായാണ് കാണപ്പെട്ടതെന്നത് നയതന്ത്ര വിദഗ്ധരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ പരമ്പരാഗതമായ ആക്രമണോത്സുക വിദേശ നയത്തിന് വിരുദ്ധമായി ട്രംപ് സ്വീകരിച്ച ഈ മൃദു സമീപനം അമേരിക്കൻ ആധിപത്യത്തിന് മേൽ ചൈന നേടിയെടുത്ത അദൃശ്യമായ നിയന്ത്രണത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു. ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക പ്രയോഗിക്കാറുള്ള പഴയ തന്ത്രങ്ങളൊന്നും ഇനി ബീജിംഗിന് മുന്നിൽ വിലപ്പോവില്ലെന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന സങ്കീർണമായ യുദ്ധസമാന സാഹചര്യം ചൈനയ്ക്ക് വാഷിംഗ്ടണിന് മേൽ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ഇറാനുമായുള്ള അമേരിക്കയുടെ കടുത്ത ഭിന്നതകളും ഉപരോധങ്ങളും ആത്യന്തികമായി ഗുണം ചെയ്തത് ചൈനയ്ക്കാണ്. ഈ സംഘർഷങ്ങൾ കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മറുവശത്ത് ചൈന തങ്ങളുടെ ആഗോള സ്വാധീനം ഉറപ്പിക്കാനുള്ള കരുക്കൾ നീക്കുകയായിരുന്നു. ഇറാനുമായുള്ള ശത്രുതയിൽ അമേരിക്കയ്ക്ക് ചൈനയുടെ നയതന്ത്ര പിന്തുണ ആവശ്യമായി വരുന്ന സാഹചര്യം ബീജിംഗ് കൃത്യമായി തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചൈന, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള പുതിയ അച്ചുതണ്ടാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിക്കാൻ പരസ്പരം കൈകോർത്ത ഈ മൂന്ന് ശക്തികളും വാഷിംഗ്ടണിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയുടെ സൈനിക കരുത്തും ഇറാന്റെ തന്ത്രപ്രധാനമായ പശ്ചിമേഷ്യൻ സ്വാധീനവും ചൈനയുടെ സാമ്പത്തിക ഭദ്രതയും ഒന്നിച്ചു ചേരുമ്പോൾ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷിയായ നാറ്റോയ്ക്കും അത് പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല. ഈ സഖ്യം തകർക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ബീജിംഗിൽ കണ്ടത്. തായ്വാൻ കടലിടുക്കിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഈ വൻശക്തി മത്സരത്തിന്റെ മറ്റൊരു പ്രധാന പ്രഭവ കേന്ദ്രമാണ്. തായ്വാനെ തങ്ങളുടെ അവിഭാജ്യ ഘടകമായി കാണുന്ന ചൈന അവിടെ അമേരിക്ക നടത്തുന്ന ഇടപെടലുകളെ കടുത്ത ഭാഷയിലാണ് പ്രതിരോധിക്കുന്നത്. ട്രംപിന്റെ സന്ദർശന വേളയിലും തായ്വാൻ വിഷയത്തിൽ ചൈന യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. സൈനികമായി തായ്വാനെ സംരക്ഷിക്കുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ചൈനയുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്ക് അത് വിജയിക്കുക അസാധ്യമാണെന്ന യാഥാർത്ഥ്യം ട്രംപിന് മുന്നിൽ ബീജിംഗ് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തരവും ബാഹ്യവുമായ പ്രതിസന്ധി ചൈനീസ് ഉൽപ്പന്നങ്ങളോടുള്ള അവരുടെ കടുത്ത വ്യാപാര ആശ്രയത്വമാണ്. അമേരിക്കൻ വിപണിയും അവിടുത്തെ ഉപഭോക്തൃ സംസ്കാരവും ചൈനീസ് നിർമ്മിത വസ്തുക്കളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ സാമ്പത്തിക പരസ്പരാശ്രയത്വം കാരണം ചൈനയ്ക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപിന് പരിമിതികളുണ്ട്. ഒരു സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിലേക്ക് കടന്നാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന ഭയം ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ നിഴലിച്ചു കാണാം. ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ വ്യവസായത്തിന്റെയും നട്ടല്ലായ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈനയ്ക്കുള്ള കുത്തകയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം. സ്മാർട്ട് ഫോണുകൾ മുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന് വരെ ആവശ്യമായ ഈ ധാതുക്കളുടെ ആഗോള വിതരണം നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ചൈന ഈ ധാതുക്കളുടെ കയറ്റുമതി നിരോധിച്ചാൽ അമേരിക്കയുടെ പ്രതിരോധ മേഖലയും സാങ്കേതിക വ്യവസായവും നിശ്ചലമാകും. ഈയൊരു ഘടകം മതി ട്രംപിന് ചൈനീസ് ഭരണകൂടത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വരാൻ. അതുപോലെ തന്നെ ആഗോള ഊർജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണവും ചൈനീസ് താൽപര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ഭൂരിഭാഗം എണ്ണക്കപ്പലുകളും കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇറാനെയും ഹോർമൂസ് കടലിടുക്കിനെയും അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചാൽ അത് ചൈനയുടെ ഊർജ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ ബീജിംഗ് അതിനെ ശക്തമായി എതിർക്കുന്നു. ഇറാന് ചൈന നൽകുന്ന തന്ത്രപരമായ സംരക്ഷണം ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ അപ്രമാദിത്വം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെ ചൈന യഥാർത്ഥത്തിൽ എതിർക്കുന്നുണ്ടോ എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. പുറമേ ആണവ വ്യാപനത്തിനെതിരാണ് ചൈന എന്ന് പറയാറുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇറാന്റെ ആണവ മോഹങ്ങൾ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ സഹായിക്കുന്ന ഒന്നായാണ് ചൈന കാണുന്നത്. ഇറാൻ ആണവശക്തിയായാൽ അത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വാധീനം ഗണ്യമായി കുറയ്ക്കും. ഇത് ആത്യന്തികമായി ചൈനയുടെ ഏഷ്യൻ ആധിപത്യത്തിനുള്ള പാത എളുപ്പമാക്കുകയുള്ളൂ. ഇവിടെയാണ് ചൈനയുടെ ദീർഘകാല ആഗോള തന്ത്രത്തിന്റെ ഭാഗമായി ചില രാജ്യങ്ങൾ അവരുടെ പ്രോക്സികളായി മാറുന്നുണ്ടോ എന്ന സംശയം ഫലപ്പെടുന്നത്. ഇറാൻ, വടക്കൻ കൊറിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ചൈന തങ്ങളുടെ ആഗോള ചെസ് കളിയിലെ കരുക്കളായാണ് ഉപയോഗിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുമായി പരസ്യമായ ശത്രുതയിലോ ഭിന്നതയിലോ ഉള്ളവരാണ്. ഇവർക്ക് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കയെ നിരന്തരം പല മേഖലകളിൽ തിരക്കുള്ളതാക്കി നിർത്താൻ ചൈനയ്ക്ക് സാധിക്കുന്നു. വടക്കൻ കൊറിയയുടെ ആണവ ഭീഷണികളും പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളും ഇറാന്റെ പശ്ചിമേഷ്യൻ പ്രതിരോധവും ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാണ്. അത് ബീജിംഗ് ആണ്. ഈ രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്ന പ്രാദേശിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ അമേരിക്ക തങ്ങളുടെ ഊർജവും പണവും ചിലവഴിക്കുമ്പോൾ ചൈന ശാന്തമായി ലോകമെമ്പാടും തങ്ങളുടെ സാമ്പത്തിക സാമ്രാജ്യത്വം വികസിപ്പിക്കുന്നു. ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം ഈ ചൈനീസ് തന്ത്രത്തിന്റെ പൂർണ്ണമായ വിജയമായാണ് കാണുന്നത്. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും ഇപ്പോൾ വാഷിംഗ്ടണിന്റെ സംരക്ഷണ ചുമതലയിൽ സംശയാലുക്കളാണ്. നാറ്റോ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളും അമേരിക്കയുടെ ആഗോള കൂട്ടായ്മകളുടെ കരുത്ത് ചോർത്തുന്നു. ചൈന ഉയർത്തുന്ന വെല്ലുവിളിയെ ഒറ്റയ്ക്ക് നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നിരിക്കെ സഖ്യകക്ഷികളുടെ ഈ പിന്മാറ്റം ട്രംപിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ബീജിംഗിൽ ട്രംപ് കാണിച്ച വിനയം ഈ ആഗോള ഒറ്റപ്പെടലിന്റെ കൂടി പ്രതിഫലനമാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും തങ്ങളുടെ സാമ്പത്തിക വലയത്തിലാക്കാൻ അവർക്കായിട്ടുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലും ലത്തീൻ അമേരിക്കയിലുമുള്ള അനേകം രാജ്യങ്ങൾ ഇന്ന് ചൈനീസ് കടക്കിണിയിലാണ്. ഈ രാജ്യങ്ങളെല്ലാം അന്താരാഷ്ട്ര വേദികളിൽ ചൈനയ്ക്ക് അനുകൂലമായി നിലകൊള്ളാൻ നിർബന്ധിതരാകുന്നു. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ചുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതും ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. സന്ദർശന വേളയിൽ നടന്ന അടച്ചിട്ട മുറിയിലെ ചർച്ചകളിൽ അമേരിക്കയുടെ കടപ്പത്രങ്ങൾ ചൈനയുടെ കൈവശമുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കകളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു പങ്ക് കടവും ചൈനയുടെ കൈകളിലാണ്. ഇത് അമേരിക്കയുടെ സാമ്പത്തിക പരമാധികാരത്തിന്മേലുള്ള ചൈനീസ് ഖഡാരയായി ഇപ്പോഴും നിലനിൽക്കുന്നു. ട്രംപ് എത്രയൊക്കെ ബഹളം വെച്ചാലും ചൈനയ്ക്ക് മുന്നിൽ പരിധി വിട്ട് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം ഇതാണ്. സൈനിക സാങ്കേതിക വിദ്യയിൽ ചൈന കൈവരിച്ച അസാധാരണമായ മുന്നേറ്റവും അമേരിക്കയെ ഞെട്ടിക്കുന്നതാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യുദ്ധോപകരണങ്ങൾ, അത്യാധുനിക നാവികസേന എന്നിവ ചൈനയെ അമേരിക്കൻ തീരങ്ങൾക്ക് പോലും ഭീഷണിയാക്കി മാറ്റിയിരിക്കുന്നു. പസഫിക് മഹാസമുദ്രത്തിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പണ്ടത്തെ പോലെ സ്വതന്ത്രമായി വിഹരിക്കാൻ ഇപ്പോഴാവുന്നില്ല. തങ്ങളുടെ അതിർത്തിക്കടുത്ത് അമേരിക്കൻ സാന്നിധ്യം അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ചൈനീസ് സൈന്യം. ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം ആഗോള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ്. അമേരിക്കൻ ഏകധ്രുവ ആധിപത്യത്തിന്റെ അസ്തമനവും ചൈന നയിക്കുന്ന ഒരു ബഹുധ്രുവ ലോകക്രമത്തിന്റെ തുടക്കവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇറാനും വടക്കൻ കൊറിയയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന തങ്ങളുടെ തന്ത്രപ്രധാന പ്രോക്സികളെ മുൻനിർത്തി ചൈന മെനഞ്ഞ ആഗോള വലയത്തിൽ അമേരിക്കൻ സാമ്രാജ്യം കുടുങ്ങിക്കിടക്കുകയാണ്. വരും നാളുകളിൽ ഈ ശക്തി പ്രകടനം കൂടുതൽ ശക്തമാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചൈന തന്നെയാണ് ആഗോള രാഷ്ട്രീയത്തിലെ എല്ലാ ചീട്ടുകളും കൈക്കലാക്കിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അമേരിക്കയ്ക്ക് തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ വിദേശ നയത്തിലും സാമ്പത്തിക തന്ത്രങ്ങളിലും വലിയ അഴിച്ചുപണികൾ നടത്തേണ്ടി വരും. അതിന് ട്രംപിന്റെ ഭരണകൂടത്തിന് കഴിയുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഭൗമരാഷ്ട്രീയ പോരാട്ടം ലോകത്തിന്റെ ഭാവി എങ്ങോട്ട് നയിക്കുമെന്ന് കാത്തിരുന്നു കാണാം.